ഈ പല ആളുകളും ഇപ്പോൾ കേരള കോൺഗ്രസിലേക്ക് എമ്മിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. മാതൃസംഘടനയിലേക്ക് വരണം എന്നുള്ള നിലപാടെടുത്ത് നേരിട്ടിറങ്ങും പിന്നെ പല ആളുകളും. അതുകൊണ്ടാണ് ഈ സജീവ് വന്നാലും സ്വീകരിക്കുമോ അതോ ഇനിയും ആളുകൾ വരുമെന്ന് പറയുമ്പോൾ രാഷ്ട്രീയ അഭയം ഈ ആളുകൾ ഞാൻ ഇനി ആളുകൾ വരുമെന്നല്ല പറഞ്ഞത്. പലരും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് നിൽക്കുന്നത്, ആശങ്കയിലാണ് നിൽക്കുന്നത്, നിരാശയായിട്ടുള്ളവർ നിൽക്കുന്നത്. അവരൊക്കെ തീർച്ചയായും ഇതിനകത്ത് ആ സിസ്റ്റത്തിൽ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് തന്നെയാണല്ലോ. അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിൽ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണല്ലോ. അല്ല, ഇതൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടതല്ലേ, ഞാൻ അതിന് അഭിപ്രായം പറയട്ടോ. ആൾക്കെതിരെയാണ് ഒരുപാട് വലിയൊരു ആക്ഷേപം ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ ഈ പണ്ട് പിളർപ്പുണ്ടായ സമയത്തും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിനെ പറ്റി അങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ, അത് ആ പാർട്ടിക്കകത്തുള്ള ഒരു ആശയക്കുഴപ്പം. ആ ആശയക്കുഴപ്പം എന്ന് പറയുന്ന ആശയക്കുഴപ്പമല്ല, ആഭ്യന്തര വിഷയമാണ്. അത് വളരെ 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 ഗൗരവമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ പ്രസ്ഥാനം ജോസഫ് വിഭാഗം UDFന്റെ തകർച്ചയിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ കുറ്റമല്ല. പക്ഷേ UDFന്റെ തകർച്ചയിലേക്ക്, അത് കോട്ടയം ജില്ലയിൽ മാത്രമല്ല കേരള സംസ്ഥാനത്ത് ഇത് UDFന്റെ തകർച്ചയിൽ കൊണ്ട് എത്തിക്കുകയാണ്. അതൊരു എസ്കേപ്പിറ്റിസം ആണല്ലോ. എല്ലാം വേറൊരു സ്ഥലത്തിലേക്ക് ഒന്ന് ചുവരിലേക്ക് കൊണ്ട് വെക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയണ്ടല്ലോ എന്ന് ഓർത്താൽ മതി. നിങ്ങളുടെ ചോദ്യത്തിന് ആ ഉത്തരവെല്ലാം ഉണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയെ ഒരു കാരണമില്ലാതെ UDFിൽ നിന്ന് പുറത്താക്കി. അന്ന് ബെന്നി ബെഹനാൻ അന്ന് UDFന്റെ കൺവീനറായപ്പോൾ കൃത്യമായി ഈ നിങ്ങളെല്ലാം കണ്ടതല്ലേ, ചാനലിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു, ഈ പറയുന്ന കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കിയിരിക്കുന്നു, ഇനി ഇതിനകത്ത് തുടരാൻ അർഹതയില്ല, ഒരു യോഗത്തിലും ഇനി കേരള കോൺഗ്രസ് എമ്മിനെ ഇനി ക്ഷണിക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളത് കഴിഞ്ഞ് 3 മാസം ഞങ്ങൾ കാത്തിരുന്നു, സ്വതന്ത്ര നിലപാടെടുത്ത് കാത്തിരുന്നു. എന്നിട്ടും നമ്മളെ ക്ഷണിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ രാഷ്ട്രീയ നിലപാടെടുത്തു. തീർച്ചയായും ഈ ദിവസങ്ങളിൽ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് കോട്ടയത്തുള്ള ഒരു തകർച്ചയുടെ ഭാഗം മാത്രമല്ല, ഇതിൻ്റെ വേവ്സ് ഒക്കെ മറ്റു മേഖലയിലേക്കും ചെന്നെത്തും. അല്ല, അന്നത്തെ തീരുമാനം തെറ്റാണെന്ന് കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ പറയുന്ന ജോസഫ് വിഭാഗത്തിൻ്റെ ചില കടും പിടുത്തങ്ങളായിരുന്നു എന്ന് ഇപ്പം തെളിഞ്ഞിട്ടുണ്ട്. അല്ല, അതൊക്കെ അദ്ദേഹത്തെ അല്ല തീരുമാനിക്കേണ്ടത്, ഞാനല്ലോ തീരുമാനിക്കേണ്ടത്. അതെന്താന്നുള്ളത് അദ്ദേഹം പറയട്ടെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അദ്ദേഹത്തെ നിലപാട് പറഞ്ഞു, അതിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ പറഞ്ഞു, ഇപ്പോഴത്തെ രാഷ്ട്രീയ സിറ്റുവേഷൻ എന്നാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.